ശ്യാം, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടേറെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു PM ശ്രീയിൽ നിങ്ങളുടെ കാലത്ത് ഈ രാഷ്ട്രീയ പോരാട്ടങ്ങൾ അതിനകത്ത് നടന്നത്. PM ശ്രീ എന്തോ വെറുക്കപ്പെട്ട ഒന്നാണ്. കേരളത്തിൽ PM ശ്രീ നടപ്പാക്കിയാൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി വരുത്തുന്ന രീതിയിലായിരുന്നു PM ശ്രീ ഒപ്പിട്ടതിന് ശേഷമുണ്ടായ നിങ്ങളുടെ പ്രതികരണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഈ കേരളം മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾക്ക് ഒരടിസ്ഥാനവുമില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുമ്പോൾ നിങ്ങളുടെ വാദഗതികൾ എല്ലാം വെറുതെ ജനങ്ങളെ പറ്റിക്കാനായിരുന്നോ എന്നാണ് ആദ്യമേ ചോദിക്കാനുള്ളത്. PM ശ്രീ തേൻ പുരട്ടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചൊരു പദ്ധതിയാണ് എന്നുള്ളതിനെ പറ്റി ഒരു എതിരഭിപ്രായവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. ശക്തമായ കേന്ദ്രം, ദുർബലമായ സംസ്ഥാനങ്ങളെന്ന ഒരു ആപ്തവാക്യത്തിലാണ് BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഈ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആമുഖത്തിൻ്റെ ഭാഗമായി ആങ്കർ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ വിദ്യാർത്ഥികളോട്, പകച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, പകച്ചു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികളല്ല. ഈ രാജ്യത്ത് 1.19 ലക്ഷം സ്കൂളുകളിൽ വൈദ്യുതി ഇല്ല എന്ന നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. 98,952 സ്കൂളുകളിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന മുദ്രാവാക്യം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഈ രാജ്യത്ത് ശുചിമുറി സൗകര്യമില്ല എന്ന റിപ്പോർട്ട് ആ നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിരിക്കുന്നു. 61,540 സ്കൂളുകളിലെ ശുചിമുറികൾ ഉപയോഗശൂന്യമാണ്. അതായത് 1.19 ലക്ഷം സ്കൂളുകളിൽ വൈദ്യുതി ഇല്ലാത്ത ഡിജിറ്റൽ ഇന്ത്യയിലാണ് കോടിക്കണക്കിന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്രത്തിൻ്റെ ഇങ്ങനെയുള്ള നിഷേധാത്മക സമീപനങ്ങൾ കേരളത്തോട് പുലർത്തുന്ന വേളയിൽ പോലും എല്ലാവിധമായ സൗകര്യങ്ങളിലും കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്നത് ഈ സംസ്ഥാനം ആർജിച്ചെടുത്ത കഴിവിൻ്റെ പുറത്ത് മാത്രമാണ്. ഇപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ നേടിയ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, അതായത് സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട, സമ്പൂർണ്ണമായി വെളിയിട വിസർജ്യ വിമുക്തമായ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ സ്വാഭാവികമായും ഈ നേട്ടങ്ങളെല്ലാം കാലങ്ങൾക്ക് മുന്നേ ആർജിച്ചെടുത്ത കേരളം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നേടിയ നേട്ടങ്ങൾക്കുപരിയായി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തുന്നതിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. SSA ഫണ്ട് ഉൾപ്പെടെ SSK ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് MOUയിൽ ഒപ്പിട്ടാൽ മാത്രമേ ആ ഫണ്ട് റിലീസ് ചെയ്യൂ എന്ന ഒരു നിബന്ധനയുമായി കേന്ദ്രം മുന്നോട്ട് വന്നത്. അപ്പോൾ ഈ MOU ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒപ്പിട്ടപ്പോഴും ഇതിൻ്റെ 4.31 MOUയിലെ കണ്ടീഷനാണ്. ഈ MOUയിലെ കണ്ടീഷൻ PM ശ്രീയിലേക്ക് ആകെ തിരഞ്ഞെടുക്കുന്നത് 14,000-ഓളം സ്കൂളുകളാണെന്നാണ് എൻ്റെ അറിവ്. ഈ രാജ്യത്താകമാനം 27,000 കോടി രൂപയാണ് പദ്ധതി തുക. അതിൽ തന്നെ 18,000 കോടി രൂപയാണ് കേന്ദ്രം വഹിക്കുന്നത്, 9,000 കോടി രൂപ സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ NEP-യുടെ ഭാഗമായി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി പാഠപുസ്തകത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ പഠിക്കണമോ എന്നാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരാശങ്ക. എന്നാൽ 4.31 പ്രകാരം സംസ്ഥാനങ്ങൾക്ക് കൂടി ഫ്ലെക്സിബിളായി സിലബസ് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടെന്നിരിക്കെ MOUയിൽ ഒപ്പിട്ട് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട് കൃത്യമായി വാങ്ങിച്ചെടുത്തതിന് ശേഷം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടെ ഇടപെടൽ അനുവദിക്കാത്ത നിലയിലേക്ക് പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ തന്ത്രപ്രധാന നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം, കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെ നോവിക്കുന്ന ഒന്നും അതിലുണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആദ്യം സ്വീകരിച്ചത്. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ പോലും കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹത്തിനൊരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഒരു നയവ്യതിയാനമോ അല്ലെങ്കിൽ ഒരു നയവ്യത്യാസമോ ഉണ്ട് എന്ന പ്രചരണത്തിൽ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ഒരാശങ്കയ്ക്കും കേരളത്തിലെ മതനിരപേക്ഷ മനസ്സിനെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ എങ്ങനെയാണ് PM ശ്രീ മുറിവേൽപ്പിക്കുന്നത് എന്ന് കൂടി ഒന്ന് വ്യക്തമാക്കാമോ? 4.81 പുരാതന ഇന്ത്യയിലെ അറിവുകളെ ആധുനിക ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഈ MOUയിൽ പറയുന്നത്. പുരാതന ഇന്ത്യയിലെ അറിവ് സയൻസ്, അതായത് ശാസ്ത്രീയമായ അറിവുകളല്ല നമ്മുടെ പാഠപുസ്തകങ്ങളുടെ ഭാഗമായി മുന്നോട്ട് വെക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് നമ്മൾക്കറിയാം. നമ്മൾ പഠിച്ചൊരു ചരിത്രമുണ്ട്. ഇന്നലെ വരെ നടന്നതെല്ലാം ചരിത്രമായിരുന്നു. ഈ രാജ്യത്ത് ഇന്നലകളിൽ നടന്ന സംഭവ വികാസങ്ങളെ നമ്മൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശാസ്ത്രീയ സത്യങ്ങളെ നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാലഘട്ടം ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ ഏതു കോണിലേക്കും മലയാളിയെ
കീഴടക്കുവാൻ, ആ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും മലയാളിയെ എത്തിച്ച് ആ ലോകം, അവൻ ഉൾക്കൊള്ളുന്ന ലോകത്തെ കീഴടക്കുവാൻ മലയാളിയെ പ്രാപ്തമാക്കിയത് 1957 10ാം ക്ലാസ് വരെ EMS ഗവൺമെൻറ് വിദ്യാഭ്യാസം 7ാം ക്ലാസ് വരെ സൗജന്യമാക്കുകയും 67 ഗവൺമെൻറ് 10ാം ക്ലാസ് വരെ സൗജന്യമാക്കുകയും ചെയ്ത നടപടികളാണ്. ആ നടപടികളെ തുടർന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ ആർജിച്ചെടുത്ത കഴിവുകൾ അത് ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു നേടിയതാണ്, ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചു നേടിയതാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ നയമായും ഇവിടെ BJP സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷവും അർദ്ധസത്യങ്ങളെയും അല്ലാത്ത സത്യങ്ങളെയും സത്യമല്ലാത്തതെയും മിഥ്യാധാരണകളെ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക്, നമുക്ക് പുരാതന കാലഘട്ടത്തിലേക്ക്. ശ്യാം, ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. നിങ്ങൾ ഇത്രയേറെ പറയുന്നുണ്ട്, ഏതോ ഇരുണ്ട കാലത്തിലേക്ക്, കാളവണ്ടി യുഗത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ തലമുറയെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് PM ശ്രീ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങും പോകണ്ട, തൊട്ടപ്പുറത്ത് കർണാടകയിൽ ഉൾപ്പെടെ PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. അവിടെ എങ്ങും ഒരൊറ്റ എതിർ സ്വരം പോലും ഇതിനെതിരെ ഉയരുന്നില്ലല്ലോ. അപ്പോൾ ഈ കേരളത്തിൽ മാത്രമാണ് ഇതിനെതിരായ ഒരു എതിർപ്പ് മുഴങ്ങുന്നത് എന്നല്ലേ അർത്ഥമാക്കേണ്ടത്?